മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം. പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു. ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ കേൾവിക്കാർക്ക് അനുഗ്രഹീതമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. അഭിനയവും അനുഗമനവും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ അടുത്തുണ്ടെങ്കിലും ദൂരെയായിരിക്കുന്ന ഒരവസ്ഥ ആത്മീയ നിലവാരത്തിന് യോജ്യമായ കാര്യമേ അല്ല. ഹൃദയം കൊണ്ട് അകലം വിട്ട് പിൻപറ്റുക എന്നത് നാശത്തിന്റെ പാതയിലേക്കുള്ള കാൽച്ചുവടുകളാണ് എന്നുള്ളതാണ് തിരുവചനം നമ്മെ ഉപദേശിക്കുന്നത്. അകലം വിട്ട് അനുഗമിക്കുക എന്നതിൽ ചില ജഡീക താല്പര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹൃദയം കൊണ്ട് ഒപ്പമില്ലെങ്കിലും ഞാൻ കൂടെയുണ്ട് എന്ന് തെളിയിക്കുവാൻ നല്ല വഴി ദൂരവേ അനുഗമിക്കുക എന്നതാണ്. യേശുക്രിസ്തുവിനെ പടയാളികൾ പിടിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ മുൻപാകെ വിസ്താരത്തിന് നിർത്താൻ കൊണ്ടുവന്നപ്പോൾ അതുവരെ കൂടെയുണ്ടായിരുന്ന ഗത്സമന വരെയുള്ള യാത്രയിൽ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഒപ്പം നടന്നിരുന്ന പത്രോസ് ഗത്സമന മുതൽ മഹാപുരോഹിതന്റെ
അരമനയ്ക്കകത്തോളവും യേശുവിനെ ദൂരവേ അനുഗമിച്ചിരുന്നു. അന്ത്യം വരെ ഏത് പ്രതിസന്ധിയിലും അടുത്തിരിക്കേണ്ടവൻ അല്പം അകലം വിട്ട് പിന്തുടരുന്നു. ഇപ്പോൾ കർത്താവിനും പത്രോസിനും ഇടയിൽ, കർത്താവിന് വേദന പകരത്തക്ക നിലയിൽ, കർത്താവിനെ തള്ളിപ്പറയത്തക്ക നിലയിൽ ഒരകലം പത്രോസ് സൂക്ഷിച്ചിരുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും, കർത്താവിന് വേണ്ടി എന്നും ജീവിക്കും എന്നും തീരുമാനിച്ചവരും സമർപ്പിച്ചവരും അതിനുവേണ്ടി വിളിക്കപ്പെട്ടവൻ കർത്താവിനൊപ്പം ഉണ്ടായിരിക്കണമായിരുന്നു. എന്നാൽ അതിന് വിപരീതമായിരുന്നു സംഭവിച്ചത്. ഒരിക്കലും കർത്താവിനെ പിരിഞ്ഞു നടക്കരുത് പ്രിയരെ. ഹൃദയം കൊണ്ടോ മനസ്സുകൊണ്ടോ കർത്താവിനോട് അകന്നിരിക്കുന്ന, കർത്താവിനെ വിട്ടുമാറുന്ന ഒരവസ്ഥ, അത് അപകടകരമാണ്. അത് നാശത്തിന്റെ പാതയിലേക്കുള്ള കാൽവെപ്പാണ് എന്ന് മറക്കരുത്. 73-ാം സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നത്, യഹോവേ നിന്നോട് അകന്നിരിക്കുന്നവർ നശിക്കും എന്നുള്ളതാണ്. എപ്പോഴും സത്യാരാധനയ്ക്ക് വേണ്ടി പാരമ്പര്യവും പൗരോഹിത്യ ആചാര ക്രമങ്ങളും ഇവയുടെയൊക്കെ നടുവിൽ നിന്ന് വിളിച്ചിറക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് 22-ാം സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, കഷ്ടം അടുത്തിരിക്കുകയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്നവനും കൂടെ ഇരിക്കുന്നവനും ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തവനെ ഒരിക്കലും അകന്നു മാറാതെ അവനോടൊപ്പം നടക്കാൻ നമുക്കിടയായിത്തീരണം. അവനുമായി ഒരകലമിടാതെ കൂടെ യാത്ര ചെയ്യുവാനാണ് നാം തയ്യാറാകേണ്ടത്. കർത്താവുമായി ഒത്തു യാത്ര ചെയ്യുന്നവനെ, കർത്താവിനായി ജീവിക്കുന്നവനോട് കർത്താവ് എപ്പോഴും അടുത്തിരിക്കുന്നു. എന്നാൽ യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നവനാണ്, ലംഘനക്കാരോട് കർത്താവ് അകന്നിരിക്കുന്നു എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ലംഘനം ഒരിക്കലും കർത്താവ് അംഗീകരിക്കുന്നില്ല. ലംഘനക്കാർ കർത്താവിനെ ദൂരവേ അനുഗമിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. കർത്താവിന് നമുക്കും ഇടയിൽ നാം സൂക്ഷിക്കുന്ന അകലം എടുത്തു മാറ്റുമെങ്കിൽ കർത്താവ് നമ്മോട് അടുക്കുവാൻ ഇടയായിത്തീരും. തന്നെയുമല്ല, നാം പത്രോസിനെ പോലെ കർത്താവിൻ്റെ നോട്ടത്തിൽ തെറ്റി ഒഴിഞ്ഞു മാറാതെ മാറിയിരുന്ന് അനുതപിച്ച് കരയുമെങ്കിൽ, ലംഘനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിൽ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിക്കളയുവാനിടയാകും. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. പ്രിയരെ, അകലം വിട്ടാണ് നാം കർത്താവിനെ പിൻപറ്റുന്നതെങ്കിൽ നിശ്ചയമായും കർത്താവിനെ ഒരു ദിവസം തള്ളിപ്പറയേണ്ടി വരും. പാപകരമായ വിവിധ നിലയിലുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടതായി വരും. സൂക്ഷിക്കുക. അകലം വിട്ടുള്ള അനുഗമനം, ആരാധന, ആത്മീയ പ്രവർത്തനങ്ങൾ അഭിനയമായി മാറും. എനിക്കിതിലൊന്നും വലിയ പ്രതിപത്തിയൊന്നുമില്ല, എങ്കിലും ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് വരുന്നു, ആരാധിക്കുന്നു, ചെയ്യുന്നു, പോകുന്നു എന്നൊക്കെയുള്ളൂ എന്ന ഒരു സന്ദേശമാണ് അങ്ങനെയുള്ളവർ നൽകുന്നത്. കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയവർ, നിത്യത എന്തെന്ന് അറിഞ്ഞിറങ്ങിയവർ സകലവും വിട്ട് പുറകോട്ട് പിടിക്കുന്ന സകല പറ്റുമാനങ്ങളും പാഴ്ബന്ധങ്ങളും അന്യാരാധനകളും പൂർണ്ണമായി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം. ഇതാണ് വിജയകരമായ വിശ്വാസത്തിൻ്റെ ആരാധനാ ജീവിതം. അവിടെയും ഞാനുണ്ട്, ഇവിടെയും ഞാനുണ്ട്, അതും ശരിയായ ആരാധനയാണ്, ഇതും ശരിയായ ആരാധനയാണ് എന്ന രീതി
കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് പാടില്ല. പൂർണ്ണമായും ഒരുവൻ എപ്പോൾ ആത്മാർത്ഥമായി ആത്മാവിലും സത്യത്തിലും വേർപെട്ട ആരാധന അർപ്പിക്കുന്ന ജീവിതം നയിച്ചു തുടങ്ങുമോ, ചോദ്യം ഉന്നയിക്കാതെ സംശയവിചാരം ഉയർത്താതെ ദൈവവചനമായി തന്നെ ദൈവവചനം കൈക്കൊള്ളും എന്ന് തീരുമാനിക്കുന്നുവോ, അപ്പോൾ മാത്രമേ യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നുള്ളൂ, അകലമിടാതെ കർത്താവിനെ പിൻപറ്റുന്നുള്ളൂ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, നാം വിട്ടുകളയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് എതിരായുള്ള ചില പ്രമാണങ്ങളോ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ബന്ധങ്ങളോ ഒക്കെ നാം കർത്താവിനെ ദൂരവേ അനുഗമിക്കുവാൻ പ്രേരിപ്പിക്കുന്ന നിർബന്ധിക്കുന്ന നിലവാരമുള്ളതാകാം. അങ്ങനെയെങ്കിൽ നാമും അഭിനയ വിശ്വാസികളായി അധപ്പതിക്കും. നമുക്ക് അഭിനയം വേണ്ട, യഥാർത്ഥമായ ദൂരമില്ലാത്ത അനുഗമനം മതി എന്ന് തീരുമാനിക്കാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, നല്ല ഒരു ദിവസം ദാനം തന്ന വൻകൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിത നിലവാരത്തിൽ ഞങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ മുഖാന്തരം അകലം വിട്ട് അനുഗമിക്കുന്ന വിശ്വാസികളായി തീർന്നിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നാൽ ഇന്ന് പകലിൽ ദൈവവചന കേൾവിയാൽ ഞങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടായി. കർത്താവേ, ഞങ്ങൾ അകലമിടാതെ അങ്ങയെ അനുസരിച്ച് അനുഗമിക്കുന്നവരായി തീരുവാൻ, അപ്രകാരമുള്ള ഒരു ആത്മീയ ജീവ നിലവാരം കൈവരിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ആരോഗ്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും ഇന്ന് പകലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരാത്മദേഹി മണ്ഡലങ്ങളുടെ മേൽ നിറച്ചു കൊടുത്ത് അനുഗ്രഹിക്കണം. ദൈവ കരുണ ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദയ ഞങ്ങളെ വിട്ടുമാറുകയില്ലെന്ന് ദൈവജനം പറയുന്നത്. ആ ദയയുടെ ആസ്വാദ്യത അനുഭവിച്ച് ഇന്ന് പകൽ നന്ദി അർപ്പിച്ച് ആരാധിക്കുവാൻ, ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കൈകളിൽ യേശുവേ ഏൽപ്പിക്കുന്നേ.